അർജന്റീനയുടെ വിശ്വസ്തനായ മാലാഗ ഒടുവിൽ പടിയിറങ്ങി. വിശ്വകിരീടത്തോടൊപ്പം കോൺമബോളിൻ്റെ പുത്തൻ ചൂരുള്ള കപ്പും കയ്യിലേന്തിയാണ് ആൽബിസെലസ്റ്റയുടെ രക്ഷകൻ്റെ മടക്കം. കൊളംബിയക്കെതിരായ കലാശപ്പോരിനൊടുവിൽ 1-0 കിരീടം നേടുമ്പോൾ സ്വപ്നതുല്യമായ പടിയിറക്കമാണ് ഈ റൊസാരിയക്കാരന് ലഭിച്ചത്. പരിക്കേറ്റ ഇതിഹാസ താരം ലയണൽ മെസ്സി പിന്മാറിയതിൽ പിന്നെ അർജന്റീനൻ നിരയുടെ നായകനും മെരിയയായിരുന്നു. നിശ്ചിത സമയവും കടന്ന് അധിക സമയത്തേക്ക് മുന്നേറിയ കളിയിൽ ലൗതാറോ മാർട്ടിനസിൻ്റെ വിജയ ഗോൾ എത്തും വരെ മാലാഗ കളത്തിലുണ്ടായിരുന്നു. 117 മിനിറ്റ് വരെ ഹാർഡ് റോക്ക് മൈതാനത്ത് പന്ത് തട്ടിയാണ് താരം വിടവാങ്ങിയത്. സാക്ഷാൽ ലയണൽ മെസ്സി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അർജന്റീന ഏറ്റവും കൂടുതൽ കൊണ്ടാടാൻ സാധ്യതയുള്ള താരമായിരുന്നു ഈ 36-കാരൻ. 2008 അർജന്റീന ദേശീയ ടീമിൽ അരങ്ങേറിയ താരം വിങ്ങറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും 145 മത്സരങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. 2008 ഒളിമ്പിക്സിൽ മെസ്സിയും സംഘവും അർജന്റീനയ്ക്കായി സ്വർണം നേടിയപ്പോൾ ഫൈനലിൽ ടീമിൻ്റെ ജയമുറപ്പിച്ചത് ഡി മരിയയുടെ ഗോളാണ്. 2021 കോപ്പ ഫൈനലിൽ ബ്രസീലിനെതിരെ അർജന്റീനയുടെ ജയവും കിരീടവും ഉറപ്പിച്ചത് ഡി മരിയയുടെ ഗോളായിരുന്നു. തുടർന്ന് 2022 ഫിഫ ഫൈനലിസിമയിൽ ഇറ്റലിയെ 3-0 അർജന്റീന കീഴടക്കിയപ്പോഴും ഡി മരിയ വലകുലുക്കി. 2022 ലോകകപ്പ് ഫൈനലിൽ ഒരു ഗോളടിച്ചും ഗോളിന് വഴിയൊരുക്കിയും ഡി മരിയയായിരുന്നു. 2005 റൊസാരിയോ സെൻട്രലിലൂടെ പന്തു തട്ടിയാണ് ക്ലബ്ബ് കരിയറിന് തുടക്കമിടുന്നത്. ബെൻഫിക്ക, റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, PSG, യുവെൻറ്റസ് തുടങ്ങിയ വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടി 2 പതിറ്റാണ്ടോളം പന്തു തട്ടി. ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ഒപ്പം കളിച്ച ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് ഏഞ്ചൽ ഡി മരിയ.